അങ്ങനെ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടം ആഗതമായിരിക്കുന്നു. 7 ഘട്ടങ്ങളാണ് ആകെ ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. അതിൽ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാജ്യമാകെ കാണുന്നത് കേന്ദ്രം ഭരിക്കുന്ന BJP നേതാക്കളുടെ വർഗീയ വിഷം തുളുമ്പുന്ന പ്രസംഗങ്ങൾ മാത്രമാണ്. 10 വർഷം ഭരിച്ച ഒരു രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള തലങ്ങൾ, വിലക്കയറ്റം, ജോലി, അങ്ങനെയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചും നേതാക്കന്മാർക്ക് പറയാനില്ല. അവർക്ക് പറയാനുള്ളത് ഔറംഗസീബ് ആരായിരുന്നു, ഷാജഹാൻ ആരായിരുന്നു, പണ്ടെങ്ങോ രാജ്യം ഭരിച്ചിരുന്ന മുഗൾ രാജാക്കന്മാരുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായി ഇറങ്ങുകയാണ് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ പ്രഗത്ഭന്മാരായ നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥും JP നദ്ദയും അടക്കമുള്ള നേതാക്കൾ സ്വന്തം ഭരണത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. നോട്ട് നിരോധനം തൊട്ട് GST തൊട്ട് ഈ നാട്ടിലെ ജനങ്ങൾ പൈസയ്ക്ക് വേണ്ടി നാട് മുഴുവൻ ഓടി നടന്നിരുന്ന ഒരു കാലം, അങ്ങനെ ഇങ്ങോട്ട് ജനങ്ങളെ ദ്രോഹിച്ച് മാത്രം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്ന ഒരു സർക്കാരിന് എങ്ങനെ പറയാൻ കഴിയും? കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് എങ്ങനെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ കഴിയും? നാട്ടിലെ ഇടക്കാരൻ്റെയും അതുപോലെ തന്നെ അതിന് താഴോട്ടുള്ള മനുഷ്യരുടെയും കടബാധ്യത വലിയ തോതിൽ ഈ 10 വർഷം വർദ്ധിച്ചു എന്നാണ് സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ രാജ്യത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒട്ടും BJPക്ക് അനുകൂലമല്ല. നമുക്ക് ഈ നാളത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒന്ന് നോക്കാം. നാളെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പാണ്. 94 മണ്ഡലങ്ങൾ വിധിയെഴുതും. കർണാടകയിൽ 14, മഹാരാഷ്ട്രയിൽ 11 സീറ്റുകളിലേക്ക് ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗുജറാത്തിൽ 26 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. നാളെ 25 സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. അസമിൽ 4 സീറ്റുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുക. ബീഹാറിൽ 5 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 7 ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ഛത്തീസ്ഗഡിൽ 7 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മധ്യപ്രദേശിൽ 9 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UPയിൽ 10 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. UPയിൽ 80 സീറ്റുകളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനം UP ആണ്. UPയിലെ 10 സീറ്റുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മുടെ രാജ്യത്തെ 7 ഘട്ട തെരഞ്ഞെടുപ്പിൽ 7 ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് UP. പശ്ചിമ ബംഗാളിലും സമാനമാണ് സാഹചര്യം. നാളെ 4 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗോവയിൽ 2 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ 1 സീറ്റിലേക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങളായ ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ദിയു അവിടെ 2 സീറ്റുകളിലേക്കും മത്സരം നടക്കും. ഇനിയിപ്പോൾ നാളത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ആരൊക്കെയൊന്ന് നമുക്ക് പരിശോധിക്കാം. ഗാന്ധിനഗറിൽ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. BJPയുടെ രണ്ടാമനെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നേതാവാണ് അമിത്ഷാ. അദ്ദേഹം ഗാന്ധിനഗറിലാണ് മത്സരിക്കുന്നത്. മധ്യപ്രദേശിലെ വിദിഷ്യയിൽ ശിവരാജ് സിംഗ് ചൗഹാൻ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചുവെങ്കിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയില്ല. അന്ന് തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ അടുത്ത പ്രാവശ്യം BJP അധികാരത്തിൽ വന്നാൽ സുപ്രധാനമായ ഒരു പദവി നൽകും എന്ന്. ഗുണയിൽ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് മത്സരിക്കുന്നത്. മധ്യപ്രദേശിലെ ഗുണയിൽ നമുക്കറിയാം ഗ്വാളിയാർ രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. കോൺഗ്രസിൽ നിന്ന് BJPയിൽ എത്തിയ നേതാവാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹം ഗുണയിൽ മത്സരിക്കുന്നു. ധാർവാഡിൽ പ്രഹ്ലാദ് ജോഷി, കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി മത്സരിക്കുന്നു. കർണാടകയിലെ ഹാവേരിയിൽ ബസവരാജ് ബൊമ്മൈ മത്സരിക്കുന്നു. നേരത്തെ കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്നു. മുർഷിദാബാദിൽ മുഹമ്മദ് സലീം, CPMൻ്റെ പശ്ചിമ ബംഗാൾ സെക്രട്ടറിയാണ് മുഹമ്മദ് സലീം. അദ്ദേഹം മുർഷിദാബാദിൽ മത്സരിക്കുന്നു. രാഘോഗഡിൽ ദിഗ്വിജയ് സിംഗ്, കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ് ദിഗ്വിജയ് സിംഗ്, അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. ബാരാമതിയിൽ 2 പ്രമുഖ നേതാക്കളുടെ ഭാര്യമാർ, ഒരാളുടെ മകളും ഒരാളുടെ ഭാര്യയും മത്സരിക്കുന്നു. ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെയും അതുപോലെ തന്നെ അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്രയുമാണ് മത്സരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ പോളിംഗ്
മുൻ വർഷത്തേക്കാൾ കുറഞ്ഞിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാം ഘട്ടത്തിലാവുമ്പോൾ കുറച്ചുകൂടി വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.